ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. അപ്പൊ ഇന്ന് സൺഡേ ആണ്, ബോറടിയാണ്. പഴയതുപോലെ ഒന്നും അല്ല സൺഡേ. അപ്പോ എമ്പുരാൻ കണ്ടു, ഗുഡ് ബാഡ് അഗ്ലി കണ്ടു, 2 സിനിമയും ഒറ്റയിരിപ്പിൽ കണ്ടു തീർത്ത്. എന്നിട്ടും ബോറടി മാറിയില്ല. അപ്പൊ ബോറടി മാറാൻ വേണ്ടിയിട്ട് എന്തേലും ചെയ്താലെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ പോയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. വെയിറ്റ് ചെയ്യ് ഗൈസ്. അപ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞതാണോ അതോ വെയിലിന് ശക്തി കൂടിയതാണോ എന്ന് അറിഞ്ഞൂടാ, ഒന്നും കാണുന്നില്ല. എന്നാ വെളുപ്പ്. അങ്ങനെ പോയി ഒന്ന് കുളിച്ച് മുടിയൊക്കെ റെഡിയാക്കി സൺസ്ക്രീനൊക്കെ ഇട്ട് ഇനിയൊന്ന് വെളിയിൽ പോയിട്ട് വരാം. എന്തു പറയുന്നു? അത് കഴിഞ്ഞ് നേരെ ഞാൻ ചെന്നത് എൻ്റെ താത്താടെ വീട്ടിലായിരുന്നു. അവിടെ പോയത് ഇതാ ഈ 3 പൈമാരെ കണ്ടില്ലേ. എൻ്റെ മരുവനും അവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ സൈക്കിൾ ഓടിച്ച് കളിയായിരുന്നു അവിടെ. പിന്നെ പിള്ളേരെന്തേലും ചോദിച്ചാൽ അതങ്ങ് ചെയ്തു കൊടുത്തേക്കണം. അവനെ വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഞാൻ സൈക്കിളിൽ വരട്ടാന്ന്. പിന്നെ നേരെ കട്ടൻസ് കഫേയിൽ പോയി. കണ്ട അടുക്കി വച്ചിരിക്കുന്ന പിന്നെ ഞാൻ ഒന്നും വാങ്ങിയില്ല. അവിടെ പോയി എല്ലാം ഒന്ന് നോക്കി സന്തോഷമായിട്ട് വയറൊക്കെ വീർത്ത് ഇങ്ങോട്ടൊരു വരവ് തിരിച്ചു വന്നു. പിന്നെ അവിടെ നിന്നൊന്നും നോക്കാതെ തിരിച്ച് നേരെ യൂട്യൂബിലേക്ക് ഒരു വരവ് നമ്മുടെ കടയിലേക്ക്. പിന്നെ ഷോപ്പിൻ്റെ അകത്ത് കയറിയപ്പോഴേക്കും ബാദുഷാ ഒരു സൈഡിൽ, അജ്മൽ ഒരു സൈഡിലായിട്ട് രണ്ടുപേരും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഇവ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഉച്ചയ്ക്ക് കുറച്ച് മന്തി കഴിച്ചതാണ്, അതിനുശേഷം ഇവ ഇങ്ങനെയാണ്. എന്ത് പറ്റിയോ ആവോ ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് നേരെ വന്നത് നമ്മളെ യൂട്യൂബിലാണ്. അതായത് ഭാഷ ആയിരിക്കണണ്ട. ഭാഷ ഹായ് പറയൂ. രാജുവില്ലൊരു ക്ഷീണം. രാജുവില് കള്ള അഭിനയിക്കണുണ്ട്. ക്ഷീണം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് വന്നത് ഇവിടെയാണ്. പറ്റിയ സ്ഥലത്താണ് ഞാൻ എത്തിയത്. പിന്നെ ഇവിടെ ചുമ്മാ എന്നെ കൂടെ ഉറക്കാതെ. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് ഫൺ എലമെന്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ടൊന്നും പോകരുത് ഗൈസ്. ഈ സ്പെക്സ് കൊള്ളാവോ? ഇത് മറ്റേ ആളെയാ കോളേജിലെല്ലാം പഠിച്ചിട്ട് കോളേജിന് ശേഷം നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പ്രൊഫസർ ആ കണ്ണാടിയാണ്. ഒരു വയസ്സൽ ലുക്കായില്ലേ ഡോണി സ്റ്റാർക്ക്. എല്ലാം കൊള്ളാം. പിന്നെ പെരുന്നാൾ കളക്ഷനൊക്കെ എപ്പോൾ വരും? 2 വീക്ക്, 2 ആഴ്ച കഴിഞ്ഞ് പെരുന്നാൾ കളക്ഷനൊക്കെ വരും. വീഡിയോ ഉടൻ വരും. അപ്പോൾ എല്ലാവരും പെരുന്നാൾ കളറാക്കാൻ യൂട്യൂബിൽ വരണം. യൂട്യൂബിലേ വരാൻ പാടുള്ളൂ, കേട്ടല്ലോ. ഞാൻ അത് ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഇരുന്നും ബോറടിക്കുകയാണ്. അതായത് ഇവ എന്ത് കാണിക്കണമെന്ന് എനിക്കും അറിഞ്ഞൂടാ, അവനും അറിഞ്ഞൂടാ. അതിൽ ബോറടി കഴിഞ്ഞ് പിന്നെ ഗെയിം തുടങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ഈ ബോറടി മാറ്റാൻ? അനാവശ്യമുള്ള കാര്യങ്ങളൊന്നും പറയരുത്, അനാവശ്യമില്ലാത്ത കാര്യങ്ങളില്ല. ഭാഷയ്ക്ക് എന്തെങ്കിലും ബോറടി മാറ്റി എന്തെങ്കിലും പറയുന്നുണ്ട്? വാ തുറന്ന എന്തെങ്കിലും മണ്ടത്തരം വരുമെന്ന് പറഞ്ഞാണ് ഇവ ഒന്നും മിണ്ടാത്ത. അജുവിൽ വാ തുറക്കൂല. അജുവിൽ വെടിവെക്കാനാണ് താല്പര്യം കൂടുതൽ. ഗെയിം ഗായ്സ്. അപ്പം ഞാനും ബാദുഷയും കൂടെ അജ്മലിൻ്റെ വണ്ടിയിൽ ബാദുഷേൻ്റെ വീട്ടിൽ പോവുകയാണ് ചായയ്ക്കുള്ള പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വഴികളൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്, കാരണം ഈ വഴികളിലൂടെയാണ് ഞാൻ സ്കൂളിലേക്കൊക്കെ പോയത് ഗായ്സ്. അപ്പോൾ ഇതാണ് ഞാൻ ഡേ കെയർ തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂള്. ഞാൻ പഠിച്ചപ്പോൾ ഈ സ്കൂളിൻ്റെ പേരിൽ നഴ്സറി എന്നില്ലായിരുന്നു, ഇപ്പോൾ നഴ്സറി എന്നും ആക്കി. പിന്നെ ഇതിപ്പോൾ ഒരു പുതിയ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൽ ഞാൻ 1 വർഷം പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ. ഇപ്പോൾ വീണ്ടും പണി നടക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വിഴിഞ്ഞം ജംഗ്ഷനിലുള്ള ഒരു ചായക്കടയാണ്. നിങ്ങൾ കാണുന്നില്ല, ഓലയൊക്കെ ഇട്ട് ഒരു വിൻറ്റേജ് സെറ്റപ്പാണ്. പിന്നെ തൊട്ടടുത്തുള്ളൊരു തയ്യക്കടയിലാണ് ഇത് ഈ കാസറ്റൊക്കെ ഇരിക്കുന്നത്. ഇതും ഒരു കാണുമ്പോൾ തന്നെ ഒരു വിൻറ്റേജ് മോഡാണ്. വാഴയ്ക്കപ്പം പാൽബൻ കുറച്ച് കട്ടിയാളിയാ. അകത്ത് ജാം തന്നെ. ജയിക്കും പറഞ്ഞാൽ ജയിക്കും. ഗൈസ്, ബോറടിച്ച് വന്ന വ്ളോഗർ ഇവിടെ കിടക്കുകയാണ്. ഗൈസ്, അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ചെറിയ മയക്കം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ 7:45 ഇന്ന് റയൽ എംബാക്സ് എൽ ക്ലാസിക്കോ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ആര് ജയിക്കുന്നവർക്കൊന്നും പറയാം.
അവൻ പറയണ പായസ, ഞാൻ പറയണ റയൽ. പായസമാണ് ജയിക്കാൻ കൂടുതൽ. നമ്മൾ ഈ പ്രഡിക്റ്റബിലിറ്റി പറയുമല്ലോ, ആരാണ് ജയിക്കുന്നത് കണ്ടറിയാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മൾ പായസ റയൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് 4-2. പായസക്കാരന്മാരൊക്കെ സന്തോഷത്തിലാണ്. റയൽ ഫാൻസ് ആ, അപ്പോൾ ഇനിയും ഹാഫ് ടൈം കഴിഞ്ഞ് കളിയാണ്. ഗൈസ്, അപ്പോൾ റയൽ തോറ്റ് ബാഴ്സ ജയിച്ച്. എൽ ക്ലാസിക്കോ കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാനിങ്. ഗൈസ്, അപ്പോൾ എൽ ക്ലാസിക്കോ ഒക്കെ കണ്ട് തീർന്ന് ഒരു വിധത്തിലിരുന്നപ്പോഴാണ് അളിയ ഹരി കോള് വിളിച്ചത്. മച്ചാ എവിടെ നിൽക്കണമെന്ന്. സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അവൻ്റെ കാറിലിരിക്കുകയാണ്. ഇനി അതാണ് കാണിക്കാൻ പോകുന്നത്. ആലോചിക്കാനൊന്നുമില്ല, വിഴിഞ്ഞത്തെ ബെസ്റ്റ് സീ ഫുഡിൽ തന്നെ അവനെ കൊണ്ടുപോയി. ഗൈസ്, അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് മൈ കോളേജ് നൻപൻ ഹരി. ഇവനാണ് ഹരി. അപ്പോൾ നമ്മൾ കുറേ കാലമായി മീറ്റപ്പ് ഒന്നും ചെയ്യാതെ, അപ്പോൾ പെട്ടെന്ന് ഇവൻ സർപ്രൈസ് തന്നപ്പോൾ ഞാനും സർപ്രൈസ്ഡായി. അളിയ ഞാൻ ഹാപ്പിയായി. പിന്നെ അളിയനോട് പറഞ്ഞിട്ട് എന്തേലും പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ, നമുക്കൊരു വീഡിയോ എടുത്തിടാമെന്ന്. അപ്പോൾ നമ്മൾ വന്നത് വിഴിഞ്ഞും അസ്മാക്ക് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ട പോർട്ടൊക്കെ നോക്കിയിരുന്ന് സൂപ്പറായിട്ടിരുന്ന് ഫുഡ് കഴിക്കാം, എൻജോയ് ആയിട്ട്. ഉള്ളത് പറയാലോ, ഫുഡിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ ബിസിനസ് ഐഡിയാസും മനസ്സിൽ വരുന്നത്. ഗൈസ്, അങ്ങനെ കുറുവല തവ ഫ്രൈ, കൊഞ്ച്, ചിപ്പിയൊക്കെ വന്ന് പിന്നെ അഖില് നേരത്തെ കഴിച്ചു തുടങ്ങി. ഗൈസ്, ഇച്ചിരി പൊറോട്ട, അതിൽ കുറച്ച് ചിപ്പി, പിന്നെ ഒരു ചെറിയൊരു കൊഞ്ചും കൂടെ ഇട്ടൊന്ന് കൂട്ടി പിടിച്ചൊന്ന് കുഴച്ചടി എൻ്റെ മച്ചാനെ. ഗൈസ്, അങ്ങനെ നമ്മൾ അസ്മാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് റാഹത്തായിട്ട് വയറും നിറഞ്ഞ് പുറത്തിറങ്ങി ഇപ്പം കാറിലിരിക്കുകയാണ്. വിജയുടെ ഒരു പാട്ടും കേട്ട് ഞങ്ങളിതാ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ വരാം ഗൈസ്. ലവ് യു, ബൈ ബൈ.